വിയ്യാർപുരം സ്വദേശി അച്ചാണ്ടി വീട്ടിൽ സെബാസ്റ്റ്യനാണ് നീതിക്കായി ആശുപത്രിയുടെ മുൻപിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 2 വർഷം മുൻപ് ചാലക്കുടി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചപ്പോൾ കാലിനുണ്ടായ ചെറിയ പരിക്കിനായി പോട്ട ധന്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇവിടുത്തെ എല്ലുരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കീഹോൾ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. ഓപ്പറേഷനെ തുടർന്ന് ആരോഗ്യനില വഷളായ സെബാസ്റ്റ്യനെ പിന്നീട് കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്പോളോ ആശുപത്രിയിൽ 3.5 മാസത്തോളം നടത്തിയ ചികിത്സയിൽ തുടയിലെ മാംസമെടുത്ത് ഉപ്പൂറ്റിക്ക് മേൽ വെച്ചുപിടിപ്പിച്ച് ഒരുവിധം നടക്കാവുന്ന അവസ്ഥയിലാക്കുകയായിരുന്നു. ഇതിനിടയിൽ ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന വീട് വിൽക്കേണ്ടി വന്നതോടെ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. ചികിത്സാ പിഴവിനെതിരെ സെബാസ്റ്റ്യൻ ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും ഒരു സഹായം പോലും നൽകാതെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു. 22 വർഷക്കാലം CRPFൽ നാടിന്റെ കാവൽക്കാരനായിരുന്ന വ്യക്തിക്കാണ് ഇപ്പോൾ കയറിക്കിടക്കുവാൻ ഒരിടമില്ലാതെ സുഖമില്ലാത്ത ഭാര്യയുമായി വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നിരിക്കുന്നത്. ആശുപത്രിയിലെ ചികിത്സയിലുണ്ടായ പിഴവിനെ തുടർന്ന് കാൽ പഴുത്ത് വലിയ വ്രണമാവുകയായിരുന്നു. നിരവധി ഓപ്പറേഷനുകൾ നടത്തുകയും തുടയിലെ മാംസമെല്ലാം എടുത്ത് കാലിൽ വെച്ച് പിടിപ്പിച്ചുമാണ് നടക്കുവാൻ സാധിക്കുന്ന തരത്തിലാക്കിയിട്ടുള്ളത്. മറ്റ് ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വന്നതോടെ ചാലക്കുടി നഗരസഭയിൽ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കി വരികയാണിപ്പോൾ. ചികിത്സാ പിഴവ് സംഭവിച്ച പോട്ട ധന്യ ആശുപത്രിക്കെതിരെ കേസെടുത്ത് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനെക്കുറിച്ച് വ്യാപക പരാതിയാണെന്നും ചികിത്സാ പിഴവ് മൂലം നിരവധി പേർക്ക് ചെറിയ പരിക്ക് വലിയ പരിക്കായിട്ട് മാറിയിട്ടുണ്ടെന്നും പരാതിയുമായി വരുന്നവർക്ക് നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കി തീർക്കുകയാണെന്നും സെബാസ്റ്റ്യൻ പറയുന്നു. ഡോക്ടറെ സംരക്ഷിക്കുന്ന ആശുപത്രി അധികൃതർ നാടിനെ സംരക്ഷിച്ച വിമുക്ത പഠനം നഷ്ടമായ വീട് ഉണ്ടാക്കി കൊടുക്കുവാൻ പോലും തയ്യാറാകാതെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. നീതി ലഭിക്കും വരെ ആശുപത്രി പടിക്കൽ പ്രതിഷേധം തുടരുമെന്നും തന്റെ ഗതി ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാനാണ് തന്റെ പ്രതിഷേധ സമരമെന്നും സെബാസ്റ്റ്യൻ കൂട്ടിച്ചേർത്തു.